പ്രവാസ ലോകത്തേക്ക് ആദ്യമായി വിമാനം കയറുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയാകും ഉണ്ടാകുക. എന്നാൽ പുതിയ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും അവിടെ പാലിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും പലർക്കും വലിയ ധാരണയുണ്ടാകാറില്ല. ഇത്തരത്തിലുള്ള അറിവില്ലായ്മ മുതലെടുത്ത് പലരും തട്ടിപ്പുകൾക്ക് ഇരയാകാറുമുണ്ട്. പ്രത്യേകിച്ചും UAE പോലെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ എമിറേറ്റ്സ് ID കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തുന്ന ചെറിയൊരു പിഴവ് പോലും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കാകും നമ്മെ നയിക്കുക. ദുബായിൽ ജോലി ചെയ്യുന്ന അച്ചുദേവ് റിയാസ് എന്ന യുവതി പങ്കുവച്ച സ്വന്തം അനുഭവമാണ് ഇപ്പോൾ പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നത്. അച്ചുവിൻ്റെ ഈ അനുഭവം ഓരോ പുതിയ പ്രവാസിക്കും വലിയൊരു പാഠമാണ് ശരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ദുബായിലെത്തിയ ആദ്യ നാളുകളിലാണ് അച്ചുദേവിന് ഈ ദുരനുഭവം ഉണ്ടാകുന്നത്. UAEയിലെ നിയമങ്ങളെക്കുറിച്ചോ സ്വന്തം പേരിലുള്ള എമിറേറ്റ്സ് ID മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ നൽകിയാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചോ അന്ന് അവർക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അപരിചിതനായ ഒരാൾ ഒരു സഹായം അഭ്യർത്ഥിച്ച് അച്ചുവിനെ സമീപിക്കുന്നത്. താൻ പുതുതായി മാറിയ ഫ്ളാറ്റിലേക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കണമെന്നും അതിനായി അച്ചുവിൻ്റെ എമിറേറ്റ്സ് ID ഒന്ന് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഒരാളെ സഹായിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന ചിന്തയിൽ യാതൊരു സംശയവുമില്ലാതെ അച്ചു തൻ്റെ ID വിവരങ്ങൾ നൽകുകയും ഇന്റർനെറ്റ് കണക്ഷനായി സൈൻ ഇൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് അച്ചു ആ സ്ഥലം വിട്ട് മാറേണ്ടി വന്നപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ്റെ കാര്യം ചോദിച്ചെങ്കിലും താൻ ആ ഫ്ളാറ്റ് മാറിയെന്നും കണക്ഷൻ ക്ലോസ് ചെയ്തെന്നുമായിരുന്നു അയാളുടെ മറുപടി. ആ വാക്ക് വിശ്വസിച്ച് അച്ചു ആ സംഭവം അവിടെ വെച്ചങ്ങനെ മറന്നു. കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം അച്ചുദേവ് തൻ്റെ സ്വന്തം ആവശ്യത്തിനായി എമിറേറ്റ്സ് ID ഉപയോഗിച്ച് പുതിയൊരു സിം കാർഡ് എടുത്തു. ആ സിം കാർഡിൻ്റെ ടെലികോം സർവീസ് പ്രൊവൈഡറുടെ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോഴാണ് അച്ചു ശരിക്കും ഞെട്ടിയത്. ആപ്പിലെ പേ ബിൽസ് എന്ന സെക്ഷനിൽ 1797 ദിർഹം, അതായത് ഏകദേശം 40,000 ഇന്ത്യൻ രൂപയോളം വരും, ഡ്യൂ എമൗണ്ടായി കിടക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഈ ആപ്പ് ഉപയോഗിക്കുന്ന തനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു ബിൽ വന്നു എന്നറിയാതെ അച്ചു ഉടൻ തന്നെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് അവർ ആ സത്യം തിരിച്ചറിയുന്നത്. അത് സിം കാർഡിൻ്റെ ബില്ലായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളെ സഹായിക്കാൻ സ്വന്തം ID നൽകിയെടുത്ത ആ ഹോം ഇന്റർനെറ്റ് കണക്ഷൻ്റെ കുടിശ്ശികയായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ ആ കണക്ഷൻ ക്ലോസ് ചെയ്തിരുന്നില്ല. ബില്ലടയ്ക്കാതെ വന്നപ്പോൾ കമ്പനി തന്നെ കണക്ഷൻ വിച്ഛേദിച്ചതായിരുന്നു. അതിൻ്റെ പെൻഡിംഗ് തുക നാളുകൾ കഴിയുന്തോറും വർദ്ധിച്ച് വലിയൊരു ബാധ്യതയായി അച്ചുവിൻ്റെ IDക്ക് കീഴിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. സത്യം മനസ്സിലാക്കിയ അച്ചു ഉടൻ തന്നെ അന്ന് സഹായം ചോദിച്ച വ്യക്തിയെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ വളരെ മോശമായ പ്രതികരണമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. ആദ്യം അച്ചുവിനെ അറിയില്ലെന്ന് പറഞ്ഞ ആരോപണ വിധേയൻ പിന്നീട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി എന്ന് വളരെ നിസ്സാരമായി മറുപടി നൽകി. ബിൽ കുടിശ്ശികയെക്കുറിച്ചും അത് അടച്ചു തീർക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആളുടെ മട്ടുമാറി. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണത്തിൽ രൂക്ഷമായ പ്രതികരണവുമായാണ് ആരോപണ വിധേയൻ വന്നത്. ഇത്രയും കാലം കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കഥയുമായി വന്നതിന് പിന്നിൽ തന്നിൽ നിന്ന് പണം തട്ടാനുള്ള തന്ത്രമാണോ എന്നയാൾ കടുത്ത സംശയത്തോടെ ചോദിച്ചു. തന്നെ പറ്റിച്ച് പണം തട്ടിയെടുക്കാൻ വേണ്ടി പറയുന്ന കള്ളമല്ല ഇതെന്ന് വിശ്വസിക്കാൻ എന്താണ് തെളിവ് എന്നതായിരുന്നു ആളുടെ പ്രധാന ചോദ്യം. സഹായിക്കാൻ പോയി ഒടുവിൽ തട്ടിപ്പുകാരി എന്ന വിളിപ്പേരും കേൾക്കേണ്ടി വന്നതോടെ അച്ചു ആകെ തകർന്നുപോയി. ഈ സാഹചര്യത്തിൽ ആർക്കെതിരെയും പരാതി നൽകാൻ അച്ചുവിന് കഴിയില്ലായിരുന്നു. കാരണം UAE നിയമപ്രകാരം ഒരു എമിറേറ്റ്സ് ID ഉപയോഗിച്ച് നടക്കുന്ന ഏതിടപാടിനും പൂർണ്ണ ഉത്തരവാദിത്തം ആ ID ഉടമയ്ക്ക് മാത്രമാണ്. സ്വന്തം ID വിവരങ്ങൾ മറ്റൊരാൾക്ക് കൈമാറുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഈ അറിവില്ലായ്മ തൻ്റെ മാത്രം തെറ്റാണെന്ന് മനസ്സിലാക്കിയ അച്ചു ഒടുവിൽ താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നും ആ 1800 ദിർഹം അടച്ചു തീർക്കുകയായിരുന്നു. ഇതൊരു സ്വാർത്ഥതയായി കാണരുത്, മറിച്ച് നമ്മളെ തന്നെ സുരക്ഷിതരാക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് അച്ചു തൻ്റെ വീഡിയോയിലൂടെ പ്രവാസികളോട് പറയുകയാണ്. ഹായ്, എൻ്റെ എമിറേറ്റ്സ് ID വെച്ച് ഞാൻ ഒരാളെ സഹായിച്ചിട്ട് പണി വാങ്ങിച്ച കാര്യം പറയാനാണ് ഇന്ന് വന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ എമിറേറ്റ്സ് ID കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ ഇവിടെ വന്ന് എനിക്ക് എമിറേറ്റ്സ് ID കിട്ടുന്ന സമയത്ത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. അത് ആർക്കും കൊടുക്കരുതെന്നോ അത് വെച്ചിട്ട് ആരെയും സഹായിക്കരുതെന്നോ അങ്ങനൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോട് ഒരാൾ സഹായം ചോദിച്ചു. അവരുടെ പുതിയ ഫ്ലാറ്റിലേക്ക് ഇൻ്റർനെറ്റ് എടുക്കാനാണ് എന്നും പറഞ്ഞിട്ട് സഹായം ചോദിച്ചു. ഞാനത് കൊടുത്തു. ഞാൻ സൈൻ ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ഥലം വിട്ടിട്ട് പോരാൻ തുടങ്ങിയപ്പോഴത്തേനും അവരവരുടെ ഫ്ലാറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പം അത് ഓൾറെഡി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു 3 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ID വെച്ച് എനിക്കൊരു സിം എടുത്തു. എന്നിട്ട് ആ സിമ്മിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഞാനാണെങ്കിൽ ഓപ്പൺ ആക്കി. അപ്പോൾ അതിൽ പേ ബിൽസ് എന്നും പറഞ്ഞിട്ട് കണ്ടു. ഡ്യൂ എമൗണ്ട് ഒരു 1800 ദിർഹംസിന് അടുപ്പിച്ച് വരും. 1797 ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ അവിടെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറയണത് അത് ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് സിം എടുക്കണത് പോലും, പിന്നെ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് സിമ്മിൻ്റെതല്ല, ഹോം ഇൻ്റർനെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സംഭവം. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കേട്ടോ.
കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ അറിയില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ സംസാരിച്ച് ഇതാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അത് ഞാൻ പെട്ടെന്ന് മറന്നു പോയതാ. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന പോലൊരു കാര്യമുണ്ട്. പറഞ്ഞു പിന്നെ ഈ 3 വർഷം കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു നിങ്ങളത് അടച്ചിട്ടില്ല. നിങ്ങളത് അടയ്ക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് കട്ട് ചെയ്തതാണ്. അപ്പോൾ പെൻഡിങ് ബില്ലാണ്. എനിക്കത് കൊടുത്തേ പറ്റുള്ളൂ. എൻ്റെ ഐഡിയുടെ അണ്ടറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നീ പറയണത് ഞാനങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ, നീ കള്ളം പറയുമല്ലാന്ന് എനിക്കെന്താ ഉറപ്പെന്ന്. അപ്പം അവിടെ തട്ടിപ്പുകാർ നമ്മളായി. ഓക്കെ. പിന്നെ ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അടയ്ക്കുക ചെയ്തേ. ഇതിൻ്റെ അകത്ത് ആരോടും പരാതി പറയാൻ പറ്റില്ല. കാരണം ഈ ഐഡി എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ച് വിവരമില്ലാതെ പോയത് എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ മുന്നോട്ട് നമ്മളിൽ ആരും ഇങ്ങനത്തെ അബദ്ധം കാണിക്കരുത്. നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലാണ്ട് മറ്റാർക്കും കൊടുക്കാൻ നിൽക്കണ്ട. അത് സ്വാർത്ഥതയൊന്നുമല്ല, നമ്മളെ ഒന്ന് സേഫ് ആക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല, നല്ലതേ ചെയ്യുള്ളൂ. താങ്ക് യു. നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ അല്ലാതെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആകട്ടെ മറ്റാർക്കും ഒരിക്കലും നമ്മുടെ എമിറേറ്റ്സ് ഐഡിയോ രേഖകളോ നൽകരുത്. UAE പോലുള്ള രാജ്യങ്ങളിൽ എമിറേറ്റ്സ് ഐഡി എന്നത് വെറുമൊരു തിരിച്ചറിയൽ കാർഡ് മാത്രമല്ല, അതൊരു ഡിജിറ്റൽ ഒപ്പും നിങ്ങളുടെ സാമ്പത്തിക നിയമ സുരക്ഷയുടെ താക്കോലുമാണ്. മറ്റൊരാളുടെ ബാധ്യതകൾ നിങ്ങളുടെ തലയിൽ വീഴാതിരിക്കാൻ ഈ യുവതിയുടെ അനുഭവം ഓരോ പ്രവാസിക്കും ഒരു പാഠമാകട്ടെ. മുൻകരുതലുകൾ എടുക്കുക, സുരക്ഷിതരായിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.